നിങ്ങൾ മതക്കാരെയൊക്കെ പറഞ്ഞ് കൂട്ടി നിങ്ങൾ അങ്ങനെ അടിക്കില്ല അങ്ങനെ അടിക്കരുതെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന സാധനമല്ല. മതമൈത്രി നാച്ചുറലായിട്ടുണ്ടാവും, മതസൗഹാർദ്ദം നാച്ചുറലായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഇക്വേഷനിലായിരിക്കും. ഇപ്പോൾ ഇറാഖിലുള്ള മതമൈത്രി ആയിരിക്കില്ല ഇന്ത്യയിലുള്ള മതമൈത്രി. ഇറാഖിലുള്ള മതമൈത്രി ചിലപ്പോൾ ന്യൂനപക്ഷങ്ങൾ കുറേ താഴ്ന്നു കൊടുത്തിട്ടായിരിക്കും അതുണ്ടാവില്ല. ഇന്ത്യയിൽ ചിലപ്പോൾ അങ്ങനെ താഴേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ലോകത്തെ ഏക ഭരണഘടന ഇന്ത്യയുടേതാണ്. Can you believe it? ലോകത്ത് വേറെ എങ്ങുമില്ല അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. വളരെ വ്യക്തമായ ഒരു സ്ലാൻഡ് ഉണ്ട്. ആർട്ടിക്കിൾ 29-30 നിങ്ങൾ വായിച്ചു നോക്കൂ. സ്വന്തമായ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ടുള്ള, അവിടെ ആളുകളെ നിയമിക്കാനായിട്ടുള്ള അവകാശം ലോകത്തൊരു ന്യൂനപക്ഷങ്ങൾക്കില്ല. അങ്ങനെ ഒരു ഭരണഘടന വേറെ എങ്ങുമില്ല. നമ്മൾ ആ രീതിയിൽ ഭയങ്കരമായ ഒരു അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 29-30 പ്രകാരം സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം ഇത് മൂന്നും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്താനായിട്ടുള്ള അവകാശമാണ് മൈനോറിറ്റീസിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ ഗ്യാപ്പിലാണ് എൻജിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും തഴച്ചുകൊള്ളുന്നത്. ഭാഷ, ലിപി, സംസ്കാരം, മെഡിക്കൽ കോളേജ്, അതൊക്കെ പോട്ടെ, അത് വേറെ ഒരു കാര്യം.